എല്ലാവർക്കും നമസ്കാരം. വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജൈവ കൃഷിയിൽ താല്പര്യമുള്ളവർക്കും ആമ്പലും താമരയും പത്തുമണിയും ഒക്കെ കൃഷി ചെയ്യാനും കൃഷി രീതികൾ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒന്ന് വ്യത്യസ്ത ഇനം ആമ്പലും താമരയും ഒക്കെ സ്വന്തം വീട്ടിൻ്റെ ടെറസിൽ വിരിയിപ്പിച്ച് ലാഭം കൊയ്യുന്ന ഒരു വീട്ടമ്മയുടെ വിജയവും അധ്വാനവും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഷീറോസ് പൊന്നാനി എന്ന സ്ത്രീ ശാക്തീകരണ കൂട്ടായ്മയുടെ കൃഷിപാഠം പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഷിറോസിലെ ഒരംഗമായ മുനീറ വീട്ടിൻ്റെ ടെറസിൽ ചെയ്യുന്ന താമര കൃഷി, അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന മറ്റ് ചെടികളും കാണുന്നതിന് വേണ്ടി നാം ഇവിടെ ഒരു ഗ്രാമയാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഷിറോസിലെ ഓരോ അംഗങ്ങളും സ്വന്തമായ സ്വയം സംരംഭങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഷിറോസ് എന്നും അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ത്രീ കൂട്ടായ്മയാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, കലാസാഹിത്യപരമായ പ്രവർത്തനങ്ങൾ, എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലകളിലും സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഷീറോസ് പൊന്നാനി. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാഴ്ചവെച്ച് കഴിഞ്ഞു. മുനീറ പോത്തന്നൂർ എന്ന് പറയുന്ന നമ്മുടെ ഷീറോസിലെ അംഗം ഡ്രീം ഫാം എന്ന് പറയുന്ന അവരുടെ ഒരു സംരംഭം നമ്മളെ പരിചയപ്പെടുത്തുകയാണെന്ന്. ചെറിയ കൃഷിയൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാലപാഠങ്ങൾ പകർന്നു തരിക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോഴും നമ്മളൊരു സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങൾ, പച്ചക്കറികളായാലും ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതിനെ കൂടി പ്രൊമോട്ട് ചെയ്യുക എന്നതുമാണ് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. ഒരു 10 അല്ലെങ്കിൽ 50 രൂപ അത് നമ്മൾക്ക് കയ്യിൽ സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു സന്തോഷമാണ്. അതിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ. എൻ്റെ സപ്പോർട്ടിന് എൻ്റെ ഹസ്ബൻഡും ഇവരൊക്കെ ഉള്ള കാരണമാണ് കൂടുതൽ ഇതിലേക്ക് ഇറങ്ങാനും ഉണ്ടായിരുന്നത്. ആദ്യം ഞാൻ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ആളായിരുന്നു. പുറം ലോകമൊന്നും അറിയാതെ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ വീട് ഇവിടെ, ഇതിൻ്റെ ചുറ്റുഭാഗം മാത്രം. അപ്പോൾ എങ്ങനെ പുറത്തൊന്നും പോവാതെ നമ്മുടെ വീട്ടിലിരുന്ന് എങ്ങനെ വേറെ ചിന്തകളൊന്നും പോവണ്ടാച്ചിട്ടുള്ള തുടങ്ങിയൊരു സംരംഭമാണ്. അതിൽ നിന്ന് തുടങ്ങി ഇത്രയുമേ ഇതിനെ കൊണ്ട് സക്സസ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരാളെ പ്രയത്നം കൊണ്ടാണ്. അവരൊക്കെ മോഡൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇതിൻ്റെ ഒറ്റ ഒരാളതാണ്. പക്ഷെ അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അതിന് സമയം ഉണ്ടാവും. എന്നെ എല്ലാവരും പറയും സമയമില്ല എന്ന്. സമയം നമ്മളെ കാത്തു നിൽക്കൂല, പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി സമയം കണ്ടെത്തുക. ഓരോ ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അതിന് നിന്നാൽ മതി. നമ്മൾ ഏതൊരു കൃഷിയായാലും, ഈ താമര കൃഷി എന്നല്ല, ഒരു ചെറിയൊരു പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും ഒരു പയറ് വളർത്തുക അല്ലെങ്കിൽ ഒരു വെണ്ടത്തൈ വളർത്തുക, അത് തോനെ കിട്ടിയിട്ടല്ല നമുക്ക്. പക്ഷെ അതിൽ നിന്ന് 2-3 എന്തായാലും സംതൃപ്തിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, അത് മുളപ്പിക്കാൻ പറ്റും. പക്ഷെ അത് മുളച്ച് അത് വലുതായി അത് കായ പിടിച്ച് വരുന്നത് എങ്ങനെയെന്ന് കാണുമ്പോഴാണ്, വളർച്ച കാണുമ്പോഴാണ് ഓരോരുത്തർക്ക് സന്തോഷം ഉണ്ടാവുക. ഒരു മുളക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. നമുക്കൊരു സംതൃപ്തിയാണ്. ഒരു കർഷകനെ സംബന്ധിച്ചോളം ഭയങ്കര സംതൃപ്തിയാണ്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംതൃപ്തിയാണ്. ഞാൻ അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുന്ന സാധനം പഠിച്ചു. പിന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പഠിച്ചപ്പോഴാണ് എനിക്ക് പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കുക എന്നുള്ള ആ ഒരു തത്വം മനസ്സിലായത്. പ്രകൃതിയിലാണെങ്കിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. പ്രകൃതിയിലാണെങ്കിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ഭക്ഷണങ്ങൾ കഴിക്കുക. എല്ലാവരും പറയും അല്ലെ കീടനാശിനി അടിച്ചതാണ്. കീടനാശിനി അടിച്ചോട്ടെ, കീടനാശിനി അടിച്ച സാധനം തന്നെയാണ് കുറേയൊക്കെ പ്രകൃതി സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യും, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കും, അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ കുറച്ച് അതിൻ്റെ കേടുകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിനെടുത്ത് ഉപയോഗിക്കും. അത് സൗകര്യമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇതൊക്കെ വാങ്ങല്ലേ പറ്റുള്ളൂ. കുറച്ചെങ്കിലും സൗകര്യമുള്ള ആൾക്കാർ ഇപ്പോൾ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്യുക. മണ്ണൊരിക്കലും എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് പച്ചിലകൾ, അതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ആദ്യം ഈ പാത്രം നമ്മൾ എടുക്കാൻ അതിൻ്റെ അടിയിൽ കുറച്ച് ഓട്ടയാക്കണം. ഈ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഓട്ടയാക്കണം. അതുപോലെ ചവറുകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടുക. കുറച്ച് മണ്ണിട്ട് കുറച്ച് ഈ ചാണകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചാണകം തന്നെ കുറച്ചൊന്ന് കലക്കിയിട്ട് അതിൻ്റെ ഒന്നായിട്ട് ഒന്ന് അധികം വേണ്ട, ഒരു ചെറുതായിട്ട് ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിടുക. മണ്ണിട്ട് അത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം തെളിച്ച് അതിനെ ഒരു പാകത്തിലാക്കുക. 2-3 ദിവസവും വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം പാകമാവും. പിന്നെ അതിൽ വേണം നമ്മൾ ആദ്യം മുളപ്പിക്കണം. ലായത്തിന് ഇതിൽ വെച്ചിട്ട് നട്ടാൽ അത് ക്ലിയർ ആവില്ല. അതെ, കഴിയുന്നത്ര അത് മുളപ്പിച്ച് വിടുന്ന കുറേ കൂടി. ഇപ്പം നമ്മൾക്കറിയാമല്ലോ, ഞാറൊക്കെ ആദ്യമൊന്നും
ഞാറൊന്നായിട്ടിട്ട് അതിൽ നിന്ന് പറിച്ചിട്ടാണ് ശരിക്കും നാറ് നമ്മൾ നെല്ല് നടുന്നത്. അപ്പം അതിന് കുറച്ചും കൂടി കരുത്തുണ്ടാവും. മുനീറ പോത്തന്നൂരിൻ്റെ നമ്മുടെ ഷീറോസിൻ്റെ ഒരു ചെറിയ സ്നേഹോപഹാരം നൽകുകയാണ്. അതിനു വേണ്ടിയിട്ട് ഡോക്ടർ അനിലയെ ക്ഷണിക്കുന്നു. കൂടുതലായിട്ടുള്ള വിശദാംശം കാണാൻ നമുക്ക് ടെറസിന്റെ മുകളിൽ കാണാം. താമരയുടെ ഇത് ഹൈബ്രിഡ് താമരകളാണ്, നാടൻ താമരകളല്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ്. ഇത് സീസൺ ഇല്ല, എല്ലാ സീസണിലും ഫ്ലവർ ഇടുന്നതാണ്. ആമസോണിൽ നിന്നൊക്കെ ഒരു വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ ഇനത്തിനാണ്. ഈ ഹൈബ്രിഡ് താമരക്ക് റയർ ആയിട്ടാണ് നമ്മൾ പോളിനേഷൻ ചെയ്താൽ മാത്രമാണ് വിത്തുകൾ കിട്ടുള്ളൂ. കിട്ടുകയാണെങ്കിൽ തന്നെ 1 or 2 വിത്തുകൾ കിട്ടും. അത് വിത്തുകൾ കിട്ടി നട്ട് നമുക്ക് പറയാൻ പറ്റൂല ഇതാണ് അതിന്റെ ഗുണം എന്ന്. അത് വേറൊരു പോളിനേഷൻ ചെയ്തു വന്നൊരു താമരയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ കിഴങ്ങ കൊടുക്കുള്ളൂ. ഞാൻ ഓൾ ഇന്ത്യ കൊറിയർ അയച്ചു കൊടുക്കുന്ന ആളാണ്. കൊല്ലത്തോളായി ഈ ഒരു താമര മേഖലയില്. അതിന്റെ മുന്നേ ഗപ്പി, ഫൈറ്റർ അങ്ങനെയൊക്കെ ഉള്ള അലങ്കാര മത്സ്യം ചെയ്തിരുന്നത്. അതിൽ നിന്ന് ഇതിലേക്കൊന്ന് മാറിയതാണ്. കിഴങ്ങ് ഇതിന്റെ ട്യൂബറിനാണ് വില. 10,000 വില ഉള്ളതുണ്ട്. ഞാൻ അങ്ങനെ വില ഉള്ളത് കൊടുന്നിട്ട് നട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ആ മഞ്ഞൊക്കെ ഞാൻ 8,000 രൂപ കൊടുത്തിട്ട് മേടിച്ചതാ. ഇപ്പൊ അതിന് വില കുറഞ്ഞിട്ടാ. കാരണം ആൾക്കാരിലെ അവൈലബിലിറ്റി കിട്ടിയാല് വില കുറയും. ഇതൊരു വെറൈറ്റി ആമ്പലാണ്, കോസ് എന്ന് പറഞ്ഞിട്ട്. ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത്, പർപ്പിൾ ജോയ്. അത് നടുക്കുമ്പോ ഇലകൾക്ക് കേട് പറ്റാതെ നോക്കണേ. ഇലയിൽ നിന്ന് തൈകള് ഇതേപോലത്തെ നോഡുകൾ ഉണ്ടാവും. കണ്ട ഇതാ ഈ നോഡ്, ഇത് മറിച്ചിട്ടാല് ഇലമുളച്ചിന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? അതേപോലത്തെ വേര് വന്ന് തൈകൾ ഉണ്ടാക്കുന്നതാണ് ഇത്. അതിന്റെ മുകളിൽ നിന്ന് വേരുകൾ വരും. ഞാൻ മറിച്ചിട്ടതൊക്കെ കഴിഞ്ഞ് കണ്ടു. 2 തരത്തിലാണ് ഇത് ആമ്പൽ നടുക. ഒന്നാമത് പോട്ടിംഗ് ബോട്ട് മെത്തേഡും ഇത് പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മെത്തേഡ്. പോട്ടിംഗ് ബോട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ ട്യൂബർ ആക്കിയിട്ട് ഇറക്കി വെക്കും. അങ്ങനെയാണ് നടുക. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നടുക. അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി. ചിലപ്പോൾ ചാണകപ്പൊടി മാത്രം ഉണ്ടായാലും നന്നായിട്ട് ഉണ്ടാവും. പിന്നെ മണ്ണ് ഇതൊന്നും ഇതാണ് ഇളക്കാരുതിട്ട നമ്മള് മിക്സ് ആക്കുക ചെയ്യുക. നമ്മൾ പച്ചക്കറിയൊക്കെ നടുമ്പോൾ ഇത് മിക്സ് ആക്കരുത്. മിക്സ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ കിഴങ്ങ് ഈ പ്ലാന്റ് നശിച്ചു. ഇത് പതുക്കെ അതിന്റെ റിലീഫായിട്ട് വരും. പിന്നെ ഇത് താമരയുടെ നടു എന്ന് പറഞ്ഞാൽ ഇതാണ് ട്യൂബർ, കിഴങ്ങ്. ഈ കിഴങ്ങിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ആ കിഴങ്ങ് നട്ടിട്ടാണ് ഇത്. ഇതേപോലത്തെ മെത്തേഡാണ്. ഒരു ബൗൾ വെറൈറ്റിയാണ് സഹസ്രാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ട ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് താമരയാണ്, ബൗൾ വെറൈറ്റി. ചെറിയ പാത്രമാണ്. കണ്ട ചെറിയ ഇഞ്ച് പാത്രങ്ങളാണ്, അതിലാണ് ഉണ്ടായിക്കണത്. ചെറിയ പാത്രത്തിൽ വരെ ഉണ്ടാവാം. നാടൻ മീനാണെങ്കിൽ ചെറിയ പാത്രത്തിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ബാംഗ്ലൂര്, പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡൽഹിയിൽ നിന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ കേരളത്തിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ മേടിക്കും. നമ്മൾ അതേപോലെ കൊറിയർ അയച്ചു കൊടുക്കും. ചാണകപ്പൊടി, എല്ലുപൊടി. നല്ല ക്വാളിറ്റി ഉള്ള എല്ലുപൊടി വേണ്ട, സാധാ എല്ലുപൊടി മതി. അത് രണ്ടും ഇട്ടുകൊടുക്കുക. അതിൻ്റെ മേലെ തരിയില്ലാത്ത, കല്ലില്ലാത്ത മണ്ണ്. ചുവന്ന നമ്മളെ കയ്യിൽ ഏതാ മണ്ണ് കിട്ടുന്നത് അതിൽ കല്ല് പാടില്ല എന്നുള്ളൂ. പിന്നെ നന്നായി വെയിൽ വേണം. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെയിൽ കിട്ടണം. എന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ വിരിയുള്ളൂ. അത് ഏതൊരു സാധനത്തിന് നല്ല ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ച് നല്ല വെയിൽ വേണം. മാസം 30 എണ്ണമെങ്കിലും ഞാൻ അയക്കും കൊറിയർ. അല്ല, ഇത് പറിച്ചെടുത്തിട്ട് കിഴങ്ങ് കണ്ടില്ലേ, ഈ കിഴങ്ങാണ് നമ്മൾ അയച്ചു കൊടുക്കാറ്. ഇതിൽ നിന്നാണ് ആ തൈകൾ ഉണ്ടാവുന്നത്. അതന്നെ ഇതേപോലെ നട്ട് മണ്ണ് ഒരുക്കിയിട്ട് നടുക. ഇതിന്റെ ഗ്രോ ടിപ്പ് ഇതാണ്. ഈ ഗ്രോ ടിപ്പ് ഇത് ഫ്രഷ് ട്യൂബറാണ്. ഈ ട്യൂബർ വലുതായിട്ട് ഇതിന്റെ ഇവിടുന്നൊക്കെ ഇലകളൊക്കെ വരും. ആ വിളകളൊക്കെ വന്നതിന് ശേഷം നടുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നട്ടിട്ട് വെള്ളം അപ്പം തന്നെ ഒഴിച്ചെടുക്കണം. മണ്ണും ഇതും കൂടി ഇളകി പോവാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചെടുക്കണം പതുക്കെ.
അതിനെ കുറിച്ചൊന്ന് പറയൂ. ഒരു കുഞ്ഞാണ്, താമര കുഞ്ഞാണ്. അത് അവളുടെ മോളുടെ പേര് തന്നെയാണ് അവള് ഇട്ടിരിക്കുന്നത്. എല്ലന. എന്ന് പറഞ്ഞാല് താത്താന്റെ മോളെ പേര് തന്നെയാണ്. എല്ലന എന്ന് പറഞ്ഞാല് പുതിയൊരു ഹൈബ്രിഡ് ചെയ്തതാണ് ഞാൻ. 2 ഇനം താമരകൾ ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വിത്ത് കിട്ടിയതിന് ശേഷം ആ വിത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഈ ഇത്ര ഉയരല്ലേ ഉള്ളൂ നമ്മൾ കണ്ടത് ഇതുവരെ. 2 ഇഞ്ച് പോട്ടില് ഇതാണ് 2 ഇഞ്ച് പോട്ടിൽ ഉണ്ടായിട്ട് ഇന്നെക്കാട്ടി ഉയരത്തിൽ വന്നൊരു ഇതാണ്. അതാണ് സെയിൽ ചെയ്യുന്നത്. ചെറിയ പോട്ടിൽ പൂവിട്ടിട്ടാണ് ഇന്നെക്കാട്ടി ഉയരത്തിൽ വന്നത്. ഇതിന്റെ പെറ്റലൊക്കെ നല്ല നല്ല മണമുള്ളതാണ്. നല്ല മണുണ്ട്. സുബിയാത്ത നോക്ക്, ഒന്ന് മണത്തോക്ക്. സൂപ്പർ. സാധാരണ അങ്ങനെ മണം ഉണ്ടാവുന്നുണ്ട്. നല്ല മണോടി, നല്ല പിങ്ക് കളർ ടൈപ്പ് മണം. ഇത് തമോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് സെമി ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്. ഇതിൽ ഇടക്കിടക്ക് ഫ്ലവർ ഉണ്ടാവും, അത്യാവശ്യം ഫ്ലവർ ഉണ്ടാവും. എന്നിട്ട് ഡോർമൻസി ആയിട്ട് പോയിട്ട് അത്യാവശ്യം ട്യൂബറും കിട്ടും. നല്ലൊരു തമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. എത്രമാത്രം പറയണമെന്ന് അറിയില്ല, അത്രമാത്രം അധ്വാനമാണ് ഇതിന്റെ പിന്നില്. ഇതുപോലെ നമ്മുടെ ഓരോ ഷിറോസിന്റെ പ്രവർത്തകരും ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കി മാതൃകയാവാൻ ഒരു വീട്ടമ്മ എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്ന് മനസ്സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ഈ താമര പൂക്കളുമായി സല്ലപിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന എൻ്റെ മുനിയെ ഞാൻ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവില്ല. താങ്ക് യു. ഷിറോസിൻ്റെയും എൻ്റെയും സ്വന്തം മനസ്സ് നിറഞ്ഞ താമര പൂവിൻ്റെ സൗരഭ്യത്തോടു കൂടിയ ആശംസ. താങ്ക് യു. അമ്പലാണ് കേട്ടോ. നന്നായിട്ട് വിരിയുന്ന നല്ല ഫ്ലവറിങ് ആണ്. നല്ല ഭംഗിയുള്ള നല്ല കളറല്ലേ? നല്ല കളറാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. നീലത്താമരയിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ. ഇത് പിന്നെ അഖില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്. എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണ്. ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ ഡോർമൻസി പീരീഡ് എന്ന് പറയാം. പക്ഷേ ഇത് എപ്പോഴും ഫ്ലവറിങ് ഉണ്ടാവും. ഏത് മാസത്തിലും ഫ്ലവറിങ് ഉണ്ടാവണം. നല്ല ഉയരത്തിൽ നിൽക്കണ അഖില. പിന്നെ ഇതൊക്കെ 10 മണി, ഇതൊക്കെ സെയിലിന് ഉള്ളതാണ്. ഇതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ്, കളക്ഷനാണ്. വളരെ പ്രയോജനകരമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ. സ്ത്രീകൾ മാത്രമല്ല, കാരണം നന്നായി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മുനിറാത്ത പറഞ്ഞു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പിന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. സമയം എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്താന്ന് വിചാരിക്കാം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഈ രൂപത്തിലാക്കി എടുക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടല്ലോ. ഇത് ഫസ്റ്റ് ഒരു ഒറ്റ ദിവസം കൊണ്ടാവുന്നതല്ല ഇതിപ്പോ. അതെ. അതുപോലെ അതിനോടുള്ള ഒരു ഇഷ്ടം, ആ ഒരു ഇഷ്ടം കൊണ്ടാണ് മെയിൻ. കാരണം കുറച്ച് നമ്മൾ വരുമാനം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഭയങ്കരമായിട്ട് മടുക്കും. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ചിലപ്പം ചിലതൊന്നും ആയിട്ടുണ്ടാവില്ലല്ലേ. നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെയ്തതൊക്കെ ചിലപ്പം നമുക്ക് അങ്ങനെ ഇതായി പോവൊക്കെ ചെയ്യുന്ന സമയത്ത് മടുക്കാതെ ഇട്ടെറിഞ്ഞ് പോവാതെയും കണ്ടിട്ട് ഇത്രയും സമയം ഇത് കൊണ്ട് നടക്കാൻ കാണിച്ച ആ ക്ഷമക്കാണ് ഏറ്റവും വലിയ ഉണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കാണാനുള്ള ഒരു അവസരം ഇരിക്കും. നമുക്കൊരു 4-10 മണി തന്നെ നട്ടുപിടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അതൊന്ന് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതൊന്ന് വാടുമ്പോഴോ നമുക്ക് ആ മതി എന്ന് പറഞ്ഞ് നിർത്തി പോകുന്ന ടൈപ്പ് ആൾക്കാരാണ്. ഞാനൊക്കെ അതിൽ ആ കൂട്ടത്തിൽ പെട്ടതാണ്. ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണല്ലോ ഇതൊന്നും കൂടി പ്രചോദനമാവുക. അപ്പൊ ആ ലാഭത്തിലേക്ക് പോവാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. മാർക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ളൊരു നല്ലൊരു സ്പേസ് കിട്ടട്ടെ. ഒക്കെ മൊത്തം എല്ലാ ഫ്ലവേഴ്സും നല്ല അടിപൊളിയാണ്. പിന്നെ നല്ല വെറൈറ്റീസും ഉണ്ട്. അപ്പൊ ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൊറിയർ ഉണ്ടാകുമ്പോ പിന്നെ നമ്മൾ അയച്ചെടുക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി.